ഹായ് നമസ്കാരം. അങ്ങനെ നമ്മളിപ്പം പോകുന്നത് സുരംഗ കിണർ കാണാനാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ ബാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുള്ളത്. നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ ഒരു ഫാം ട്രിപ്പായിരുന്നു. അവിടേക്ക് നമ്മൾ ആദ്യം പോയ സമയത്ത് തന്നെ നമ്മൾ അവിടുന്ന് സ്വീകരിച്ചത് ഫസ്റ്റ് തന്നെ അവിടുത്തെ ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ ചേച്ചിയും ചേട്ടനൊക്കെ നല്ല അടിപൊളി ഫുഡ് നമുക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് യാത്ര തിരിക്കുകയാണ്. സുരംഗ കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വൈബാണ് കേട്ടോ. ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾക്കും കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് അത് തൊട്ടറിഞ്ഞ് പഠിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഈ വഴിയിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഓർത്തത് ഇത് ഉണ്ടാക്കിയെടുത്ത് ഈ കിണർ കുഴിച്ച് എടുത്തിട്ടുള്ള ആളുകളെ കുറിച്ചാണ് കേട്ടോ. ഇതുണ്ടാക്കിയത് ഇവരുടെ ഈ ഒരു വീട്ടുകാരുടെ ഒരു വീടാണ്. അവർ അതുപോലെ തന്നെ കുറേ വീടുകളും കുറച്ച് ആളുകളൊക്കെ ഉപയോഗിക്കുന്ന കിണറാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ കിണർ സാധാരണ കിണർ പോലെയല്ല, ഇങ്ങനെയുള്ള ഒരു നീളത്തിലാണ് ഈ ഒരു കിണർ വരുന്നത്. ഇത് കുഴിച്ചെടുക്കാൻ വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും അതുപോലെ അതിൻ്റെ മണ്ണൊക്കെ കൊണ്ട് കളയുന്ന രീതി അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു. നമ്മളിങ്ങനെ അവരോട് നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ. അല്ലാതെ നമുക്ക് എന്തായാലും വഴി തെറ്റുമായിരുന്നു. അങ്ങനെ ഇതിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ അവരെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയായിരിക്കും ഇവർ ഇതുണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ മുത്തച്ഛന് അവരുടെ കുറച്ച് സഹായികളും കൂടിയിട്ടാണ് ഇതുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കഷ്ടപ്പാടാട്ടോ. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന്